Good afternoon, all. Good afternoon, ma'am. Good afternoon. Okay. കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയിരുന്നോ? നമുക്ക് അടുപ്പിച്ചൊരു 3 അവർ കിട്ടിയല്ലേ? കഴിഞ്ഞ ആഴ്ച എല്ലാവരും കയറിയായിരുന്നാണ് എനിക്കൊരു കോമ്പൻസേഷൻ കിട്ടിയിരിക്കുന്നത്. സോ അടുപ്പിച്ച് കയറിയാൽ നിങ്ങൾക്ക് വിഷയമായിരിക്കും അല്ലെ? ഇവയെ നമുക്ക് ക്ലാസ് എടുത്ത് തീർക്കാം, നമ്മുടെ പോർഷൻസ് അല്ലെങ്കിൽ പെൻഡിങ്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണ്. എക്സാം ടൈം ഒക്കെ നിങ്ങൾക്ക് പറയും കേട്ടോ. എന്തായാലും അത് ടൈം സമയം അനുസരിച്ചിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. അവിടെ നിന്ന് എന്തായാലും മാനേജ്മെന്റിന് അറിയിക്കുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് എന്തായാലും ഈ ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ 5ലേക്ക് പോകും. പൊതുവെ എക്സാമിന് ഫസ്റ്റ് അല്ലെ കുറച്ച് ചാപ്റ്റേഴ്സ് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനേജ്മെന്റിൽ നിന്ന് അറിയാൻ സാധിക്കും. എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ മുഴുവൻ എക്സാമിന് പഠിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മളെടുത്ത ഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പർപ്പസ് ഓഫ് ജോബ് അനാലിസിസില് 1-2 പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തു അല്ലെ? ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. എവിടെ വരെയല്ലേ എടുത്തത്? അല്ലേ? ആരെങ്കിലും റിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വരെയല്ലേ നമ്മൾ എടുത്തത്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് അല്ലെ? പ്രധാനമായിട്ട് മനസ്സിലാക്കി എന്താണ് അവിടെ കൃത്യമായിട്ട് അനലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ജോബുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി ഏത് ജോലിയാണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് അല്ലെ, എന്തെങ്കിലും പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർക്ക് മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. സോ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും അല്ലെ? അപ്പൊ നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കണ്ടപ്പോഴും പറഞ്ഞു എന്തെങ്കിലും എംപ്ലോയിക്ക് കൃത്യമായിട്ട് തന്നെ അവര് ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരാഴ്ച പെർഫോമൻസ് സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ സ്കില്ല് നോളജ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യേണ്ട എന്തെങ്കിലും പാക്കേജസുകളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് സാധിക്കുമെന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ്. ഇന്ത്യയിൽ ജോബ് അനാലിസിസ് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് വാല്യൂ in deciding the pay packages and the extra perks and the benefits and fixed and flexible employees rewards. നമുക്കറിയാം എന്തെങ്കിലും അല്ലെ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരു ജോബ് അനാലിസിസ് നടത്തുമ്പോൾ ഇന്ന ജോലികൾ ചെയ്യണം, ഇന്നതായിട്ടായിരിക്കണം ആ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയുണ്ട്. സോ അതനുസരിച്ചിട്ട് തന്നെ നമുക്കറിയാം ആ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നല്ല ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവരെ അല്ലെ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ കമ്പനിയിലേക്ക് അവരുടെ എഫേർട്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അല്ലെ, അവിടെ എന്താണ് പേ പാക്കേജസ് ആൻഡ് എക്സ്ട്രാ പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് അല്ലെ, അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷനുകളൊക്കെ ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഫിക്സ്ഡ് ആൻഡ് ഫ്ലെക്സിബിൾ എംപ്ലോയി റിവാർഡ്സ് അല്ലെ, അവർക്ക് അനുയോജ്യമായിട്ട് നമുക്കറിയാം ചില എംപ്ലോയീസിന് ചില കാര്യങ്ങളായിരിക്കും അല്ലെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അവരുടെ ആ ഒരു നേച്ചറിനനുസരിച്ച് അവർക്ക് എന്താണോ ഇൻട്രസ്റ്റ് അതിന് അനുയോജ്യമായ രീതിയിലുള്ള കോമ്പൻസേഷൻ പാക്കേജുകളൊക്കെ അല്ലെ ലഭ്യമാക്കി കൊടുക്കാനായിട്ടും ഈ ഒരു ജോബ് അനാലിസിസ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. Then after all, the pay packages depend on the position, job title, and duties and responsibility involved in a job.
ഓക്കെ, നമുക്കറിയാം ചിലവർക്ക് ഇൻ കേസ് അല്ലെ അവിടെ ഒരു അസിസ്റ്റന്റിനെയാണ് ചിലപ്പോൾ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് അവരുടെ നല്ല പെർഫോമൻസിനനുസരിച്ചിട്ട് ഒരു അസിസ്റ്റന്റിനെ കൊടുക്കാനായിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. കാരണം അവര് നന്നായിട്ട് ഓക്കെ നമ്മുടെ കമ്പനിക്ക് ഓക്കെ ആണ്, നമുക്ക് ഒരു അസിസ്റ്റന്റിനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ആ കമ്പനിക്ക് കുറച്ചും കൂടി അല്ലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് ടോപ്പ് ലെവലിലുള്ള അല്ലെ ആ പോസ്റ്റുകൾക്ക് ആയിരിക്കും അങ്ങനെയുള്ള അഡീഷണൽ അസിസ്റ്റൻസിനൊക്കെ നിയമിക്കുന്നത്. അതേസമയം നമുക്കറിയാം ഫീൽഡ് വർക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ മണി പാക്കേജസ് ഒക്കെ ആയിരിക്കും അവർക്ക് ലഭ്യമാകുന്നത്. അപ്പൊ അവരുടെ ആ ഒരു അല്ലെ ജോലിയുടെ ആ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ജോലിയുടെ ടൈറ്റിലും ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ കോമ്പൻസേഷൻ പാക്കേജുകളൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. Then the process directs human resource managers in determining an employee's value for a particular job opening. ഓക്കെ, നമുക്കറിയാം ഒരു പ്രത്യേക ജോലി അല്ലെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ആ ഒരു മാനേജറിന് അല്ലെ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ മനസ്സിലാക്കിയിട്ട് തന്നെ അവർക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടും അതനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഒരു അനാലിസിസ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെ ജോലിയെ കുറിച്ചിട്ട് ഒരു ഡിസൈൻ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. അതല്ലാതെ ഒരു അനാലിസിസ് അല്ലെ ഒരു അനാലിസിസ് ഇല്ല എങ്കിലും തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന പെർഫോമൻസ് അത് മതിയായതാണോ, അത് മാക്സിമം ആണോ, അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന് പകരം കോമ്പൻസേഷൻ ആണോ കൊടുക്കണത് എന്നുള്ള കാര്യങ്ങളൊന്നും തീരുമാനിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാനേജ്മെന്റിന് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ ആണോ? എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നുള്ളത്? നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കാം, ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ്. Okay, the main purpose of a job analysis is to streamline the human efforts and get the best possible output. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ. ഇപ്പൊ ഹ്യൂമന്റെ എഫേർട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഹ്യൂമന്റെ എഫേർട്ട് നല്ല അല്ലെ മതിയായ എണ്ണമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ബെസ്റ്റ് പോസിബിൾ ആയിട്ട് ഇൻ കേസ് ഇത്രയും കൂടി അവരുടെ എഫേർട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അല്ലെ അത് കൃത്യമായിട്ട് ഒന്ന് വേണമെങ്കിൽ ആ ജോലിയുടെ ഡിസൈനൊക്കെ വീണ്ടും വിപുലീകരിച്ചിട്ട് റീഡിസൈൻ ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കും. സോ അങ്ങനെ വരുമ്പോഴെന്താണ് ഇച്ചിരി കൂടി ബെറ്റർ പെർഫോമൻസ് അങ്ങനെയുള്ള എംപ്ലോയീസ് അല്ലെ അത് പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. സോ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന് കുറച്ചും കൂടി ലാഭകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. Then it help in designing, redesigning, enriching, evaluating, and also cutting factor and adding the extra responsibilities in a particular job. Okay, നമ്മൾ പറഞ്ഞു ചില ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോഴല്ലേ ഒരു പുതിയ ഇംപ്ലിമെന്റേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കുക, അതല്ലെങ്കിൽ ചിലപ്പോ അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുക അല്ലെ. നല്ല അത്യാവശ്യം നന്നായിട്ട് വർക്കൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ലീഡിംഗ് പവറോ അല്ലെങ്കിൽ ഡിസിഷൻ അല്ലെ അവരുടെ അണ്ടറിലുള്ള സൂപ്പർവൈസേഴ്സിനൊക്കെ ആണെങ്കിൽ അവരുടെ അണ്ടറിലുള്ള ജോലിക്കാർക്കൊക്കെ അല്ലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നടപടികളൊക്കെ സ്വീകരിക്കുന്നതിനായിട്ടുള്ള പെർമിഷൻസ് അല്ലെങ്കിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ടുള്ള അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കാം. അങ്ങനെ അവരുടെ റെസ്പോൺസിബിലിറ്റിയിലൊക്കെ കുറച്ച് കൂടുതൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആഡ് ചെയ്യുക അല്ലെ. അവിടെ എൻട്രി ചെയ്യുന്ന വെച്ചാൽ ഒന്നും കൂടി അവരുടെ ജോലിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അല്ലെ അവർക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. എങ്കിൽ കൂടി അവരുടെ എഫേർട്ട് കുറച്ചും കൂടി കൂടുതൽ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. This is done to enhance the employee satisfaction while increasing the human output. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം കോമ്പൻസേഷനും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? അവരുടെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് ആണോ? അവർക്ക് സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ സാറ്റിസ്ഫാക്ഷനോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കും? ഇല്ല അല്ലെ. അപ്പൊ അവർക്ക് സാറ്റിസ്ഫാക്ഷനോടുകൂടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ട് നമുക്കറിയാം ബേസിക്കലി സാലറിക്ക് ഉണ്ടാവാം. അഡീഷണൽ ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും സാലറി അല്ലെ ബെനിഫിഷ്യൽ ആക്കിയിട്ടുള്ള പാക്കേജുകൾ കൊടുക്കുമ്പോഴെന്താണ് ഓക്കെ അവര് തന്നെ അനുസരിച്ച് ചെയ്യും. ഓക്കെ നമ്മൾ ചെയ്യുന്ന കൂടുതലായിട്ടുള്ള എഫേർട്ടിനനുസരിച്ചിട്ട്
അല്ലെ? തൊഴിലുടമ നമുക്ക് വേണ്ടി അഡീഷണൽ പാക്കേജുകളൊക്കെ തരുന്നുണ്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ തന്നെ എന്ത് ചെയ്യും, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യും അല്ലെ? അവര് സംതൃപ്തിയോട് കൂടിയിട്ട് ഒരു സിൻസിയർ ആയിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അങ്ങനെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്ത് എന്താ ബെറ്റർ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ? ഹ്യൂമൻ എഫേർട്ട് അല്ലെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? അവർക്ക് അഡീഷണൽ ആയിട്ട് ലാഭം നേടിയെടുക്കാൻ സാധിക്കും ഇല്ലേ? അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് കുറവായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് റിസൾട്ടും അതിനനുസരിച്ചിട്ട് കുറവായിരിക്കും അല്ലെ? ഇൻ കേസ് പ്രോഫിറ്റ് ഓറിയന്റഡ് ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിലും നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് വരും അല്ലെ? അപ്പൊ അത് വീണ്ടും കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ ആ ബിസിനസ്സിന് പിന്നെയും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിലും പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൂടുതൽ ഔട്ട്പുട്ട് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ ജോബ് ഡിസൈനിങ് റീഡിസൈൻ ഒക്കെ നടത്തുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും എംപ്ലോയിയുടെ കരുത്തുകള് അത് കുറച്ചും കൂടി കൂടുതൽ എഫേർട്ട് കൂട്ടി തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിനനുസരിച്ചിട്ട് ഹ്യൂമന്റെ റിസൾട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെയാണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകള്? നമ്മള് ലാസ്റ്റ് പോയിന്റ്സ് രണ്ടെണ്ണമാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് അല്ലെ, അതിന്റെ പോയിന്റ്സ് ആണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഒക്കെയാണ്, പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. അപ്പോ ഈ ചാപ്റ്റർ നമ്മൾ എന്തായാലും ക്ലോസ് ചെയ്യാണ്. അത്യാവശ്യം മോക്ക് ടെസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് തന്നെ നോക്കി പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട? വായിച്ചു നോക്കിയാലോ ചാപ്റ്റർ? വായിച്ചൊക്കെ നോക്കിയെന്ന് പറയുന്നുണ്ടോ? അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഭാഗത്ത്? കുറച്ചൊക്കെ നോട്ട് ചെയ്ത് പോവാനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് പോയി കാണും. ഓക്കെ, എങ്കിലും ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. വലിയ ചാപ്റ്റേഴ്സുകൾ നമുക്കുണ്ട് അല്ലെ? നമ്മുടെ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചാപ്റ്റർ ആണ്. 5th ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെയാണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മാനേജിങ് എംപ്ലോയർ ബെനിഫിറ്റ്സ്, എംപ്ലോയീസ് റിലേഷൻസ് ആണ്. ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി പറയാം. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലെക്സിബിലിറ്റി ഏത് പോയിന്റ്സിലെയാണ് നമ്മൾ ഏതെങ്കിലും ഫ്ലെക്സിബിലിറ്റിയുടെ മീനിങ് ആണോ ഉദ്ദേശിച്ചത്? ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് നമ്മൾ ചേഞ്ചിങ് ചെയ്യണം അല്ലെ? നമ്മൾ എന്തിനോടും അനുയോജ്യമായ രീതിയിൽ ചേഞ്ചസ് വരും. ഫ്ലെക്സിബിലിറ്റിയുടെ പോയിന്റ്. എന്ന് പറയുമ്പോൾ
ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ അല്ലെ. ഇമ്പാക്ട്, ഇതിന്റെ സ്വാധീനം അല്ലെ, HRM-ന്റെ സ്വാധീനം. ഓക്കെ, ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻ അല്ലെ. നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ് അല്ലെ. അവിടെ HRM-ന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നാണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സ്വാധീനം. തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കുറച്ച് അല്ലെ, ഏതൊരു വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെയുള്ള എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ആ ഒരു കൺസിഡറേഷനിൽ നമ്മൾ ഈ പോയിന്റിലേക്ക് വരിക. ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻ അല്ലെ. Flexibility in the workplace has an impact on innovation as well as the efficiency of the employees. Okay, നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോ ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ അല്ലെ ഏതൊരു ബിസിനസ് ആണെങ്കിലും അത് പിടിച്ചു നിൽക്കണമെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അല്ലെ ആ ഒരു വേ വിട്ട് മാറി ചിന്തിക്കണം. നമുക്കറിയാം പുതിയ കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജീസുകൾ അല്ലെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതേമാതിരി തന്നെ എന്തെങ്കിലും മെഷീനിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. സോ അങ്ങനെ മെഷീനിലും കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയി ഒക്കെ പരമ്പരാഗതമായിട്ട് വളരെ അല്ലെ പഴയ കാലം മുതലേ ഉള്ള എംപ്ലോയീസ് ആയിരിക്കും. അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ആ ഒരു ടൈമിൽ ഏൺ ചെയ്തെടുക്കുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് ഈ പുതിയ അറിവുകളോടൊപ്പം തന്നെ അവരും വികസിപ്പിച്ച് പോകേണ്ടതുണ്ട് അല്ലെ. അവരുടെ ആ ഒരു സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്ത് പോകേണ്ടതുണ്ട്. നോക്കപ്പോ flexibility in the workplace has an impact on innovation as well as efficiency of the employees. അല്ലെ അപ്പൊ അവരുടെ എഫിഷ്യൻസി എന്ത് ചെയ്യണം? ആ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ ഫ്ലെക്സിബിൾ ആക്കണം അല്ലെ, ചേഞ്ചസ് ചെയ്ത് വരുത്തേണ്ടതുണ്ട്. Flexibility has a huge impact on how a company attracts, hires and retain top talent. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പൊ റിക്രൂട്ട്മെന്റ് തലം മുതലേ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള തൊഴിലിനെ അല്ലെ ആ ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഈ കാലഘട്ടത്തിന് അനുസരിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള യോഗ്യരായവരെ തന്നെയായിരിക്കണം നമ്മൾ അട്രാക്ട് ചെയ്യേണ്ടത്. സോ അതിനനുസരിച്ചിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ കണ്ടെത്തണം. അപ്പോ അതിനനുസരിച്ചിട്ട് പുതിയ പുതിയ അറിവുകൾ അത് നേടിയവരെ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിലുള്ളവർക്കാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ്. Then innovation can lead to higher productivity. So പുതുമ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഉൽപാദനക്ഷമത കൂട്ടും അല്ലെ. പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉൽപാദനക്ഷമത കൂട്ടാൻ സാധിക്കുമോ? പറ്റുമോ? ഞാൻ ആ ടൈമിലൊക്കെ എനിക്ക് തോന്നുന്ന എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതായത് ഒരു അല്ലെ അക്കൗണ്ട് സെക്ഷനിലൊക്കെ തന്നെയാണെങ്കിൽ മാനുവലി നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് സ്പീഡിലി ആക്യുറസിയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. അപ്പൊ ഏത് ഇതിലാണെങ്കിലും ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഏത് തരത്തിലാണെങ്കിലും അതിനനുസരിച്ചിട്ട് സ്കിൽ ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ സ്ട്രക്ചറിൽ നിന്ന് ആ ഘടനയ്ക്ക് മാറ്റങ്ങൾ വരുത്തണം. ഓക്കെ, ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴുണ്ടായിരുന്ന ആ ഒരു രീതി ചിലപ്പോൾ മാനുവലി ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആയിരിക്കും. പക്ഷെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം വരുമ്പോൾ എന്താണ് കുറച്ചും കൂടി സോഫ്റ്റ്വെയർ ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ കണ്ടെത്തേണ്ടത് വരും. അത്തരത്തിലുള്ള മെഷീനൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? As productivity increase, more goods and services are produced and economic growth. നമുക്കറിയാം അതെല്ലാം ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്കോണമി ആണെങ്കിലും നമ്മുടെ സാമ്പത്തികാവസ്ഥയാണെങ്കിലും ഡെവലപ്പ് ചെയ്യും. Then innovation and productivity growth brings a vast benefit for consumers and business. Okay, അപ്പൊ എപ്പോഴും എന്താണ് ഏത് ബിസിനസ് ആണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. HRM ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിനനുസരിച്ചിട്ട് അല്ലെ വലിയ വലിയ കമ്പനികളിലാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന് ഈ ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സ്കിൽഡ് പേഴ്സൺസിനെ കണ്ടെത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ ടെക്നിക്സുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം തന്നെ ആലോചിക്കുന്നവരായിരിക്കും. അവരതനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുകയും ചെയ്യും. ഇനി എന്തെങ്കിലും നിങ്ങൾ നന്നായിട്ട് വായിച്ചൊക്കെ ഒരുങ്ങുന്നുണ്ട്. അപ്പോ എന്തായാലും അങ്ങനെ തന്നെ ശ്രമിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ ആണെങ്കിലും
എന്താ പറയാ അല്ലെ ആ ടച്ച് വിടാതെ തന്നെ സ്റ്റാർട്ടിങ് മുതൽ വായിച്ചു പോകാനായിട്ട് തന്നെ ശ്രമിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും? നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അടുത്ത ചാപ്റ്ററിലേക്ക് പോയിക്കോട്ടെ. നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്ററിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. Chapter 5, Managing Employee Benefits and Employee Relations. That's നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിലെ പഠിക്കാനുള്ളതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അല്ലെ അവിടെ തൊഴിലാളികള് ഒരു ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വ്യക്തികളാണെന്ന് നമുക്കറിയാം അല്ലെ. ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിൽ ഒരുപാട് മെഷീനും അല്ലെങ്കിൽ ഒരുപാട് ഫണ്ട് ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും അതിന്റെ റിട്ടേൺ കൃത്യമായിട്ട് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസ് അല്ലെ അവരുടെ ഹാർഡ് വർക്കിംഗ് ഉണ്ടായെങ്കിൽ മാത്രമാണ് ആ ഒരു ബിസിനസ്സിൽ നിന്ന് വിചാരിച്ച റിട്ടേൺസ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ഹ്യൂമൻ എഫേർട്ട് അത്രയും പ്രധാനപ്പെട്ടതല്ലേ? അതെ അല്ലെ. ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും അവിടെയുള്ള ഹ്യൂമൻ എഫേർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ തീർച്ചയായിട്ടും എംപ്ലോയിനെ അവിടെയുള്ള എംപ്ലോയിനെ സാറ്റിസ്ഫൈ ചെയ്തെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ വ്യത്യസ്ത ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് ഒരുപാട് വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവാം. സോ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെ അവിടെ വർക്ക് ചെയ്യുന്നവരെ എല്ലാം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം വലിയ ശ്രമം നടത്തേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതിന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷനുകൾ അല്ലെ അവർക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള സാലറി കൊടുക്കുന്നതിനപ്പുറം അവരെ കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തക്ക വിധത്തില് അവർക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കി കൊടുക്കും. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് അവരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ആ ഒരു ഫോമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് മാത്രമല്ല നമുക്കറിയാം നല്ല ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ കമ്പനിയിൽ പ്രത്യേകിച്ച് ഓഫർ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? മറ്റു കമ്പനികളിലേക്ക് ജോലി തേടി പോകും ഇല്ലേ? അങ്ങനെ പോയ സാധ്യതയില്ലേ? അത്യാവശ്യം ബേസിക് സാലറി മാത്രമൊക്കെ കിട്ടി അല്ലെ അവിടെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുന്നവര് വളരെ കുറവായിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ പാക്കേജുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അവര് മറ്റു കമ്പനികളിലേക്ക് പോവാനൊക്കെ ആയിട്ട് ശ്രമിക്കും. സോ അതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് മാനേജ്മെന്റ് എന്ത് ചെയ്യും? ഇവരെ അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള പാക്കേജുകളൊക്കെ അവർക്ക് ഓഫർ ചെയ്യും. നമുക്കറിയാം അവരിങ്ങനെ പാക്കേജുകളൊക്കെ ലഭ്യമാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കോസ്റ്റ് മുടക്കുന്നത് തൊഴിലുടമയാണ് അല്ലെ. കാരണം അഡീഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണ്. അവർക്ക് ബേസിക് സാലറിക്ക് അപ്പുറമാണ് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചുള്ള കോസ്റ്റ് ആര് വഹിക്കേണ്ടതായിട്ട് വരും? ആരായിരിക്കും വഹിക്കേണ്ടതായിട്ട് വരുന്നത്? ആരായിരിക്കും? അഡീഷണൽ ആയിട്ടുള്ള ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുമ്പോൾ അതിന്റെ കോസ്റ്റ് ആരാ വഹിക്കേണ്ടതായിട്ട് വരുന്നത്? അല്ലെ ഹ്യൂമൻ റിസോഴ്സ് അതായത് എന്താണ് അവിടുത്തെ
എംപ്ലോയേഴ്സ് ആയിരിക്കും, തൊഴിലുടമകളായിരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള തൊഴിലുടമകള് അത്തരത്തിലുള്ള കോസ്റ്റ് വഹിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്കറിയാം ഒരു അല്ലെ മുഴുവൻ കോസ്റ്റ് വഹിക്കാനായിട്ട് അവരെ ശ്രമിക്കില്ല. അവരെന്ത് ചെയ്യും? പക്ഷെങ്കിലും എംപ്ലോയിയുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ നേടിയെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അതായത് ഒരു നിശ്ചിത വിഹിതം അല്ലെ, PFലൊക്കെ നമുക്കറിയാം എംപ്ലോയറുടെ തൊഴിലുടമയുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, സംഭാവന ഉണ്ടാവും, എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്താണ് തൊഴിലുടമയ്ക്ക് ഇത്തരത്തിലുള്ള നമുക്കറിയാം ഇത്തരത്തിലുള്ള ബെനഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കുമ്പോൾ പൊതുവെ നമുക്കറിയാം കോസ്റ്റ് മുഴുവനും വഹിക്കേണ്ടതായിട്ട് വരുന്നത് തൊഴിലുടമയാണ്. പക്ഷെ എന്താണ് അവർ ഇത്രയും ബൾക്കായിട്ടുള്ള ഒരു കോസ്റ്റ് വഹിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് കുറച്ചെങ്കിലും തൊഴിലാളികളിൽ നിന്നും ഈടാക്കാനായിട്ട് അവര് ശ്രമിക്കും. സോ അതെല്ലാം കരുതലോട് കൂടിയിട്ടായിരിക്കും ഇവര് കൈകാര്യം ചെയ്തിരിക്കുക. കാരണം അഡീഷണൽ ആയിട്ടുള്ള ഒരു പാക്കേജിനുള്ള ഒരു മനോഭാവം എംപ്ലോയിയിൽ നിന്ന് ലഭ്യമാകുകയും വേണം. അതിനനുസരിച്ചുള്ള ചെറിയ ചെലവ് അവർക്ക് വഹിക്കാനും പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബെനഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാപ്റ്ററും അത്രയും വലുത് തന്നെയാണ്. നമുക്കറിയാം എല്ലാവരൊക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യമേ നമ്മൾക്ക് പഠിക്കാനുള്ളത് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞ മാത്രമേ കോമ്പൻസേഷനുകൾ അവർക്ക് ലഭ്യമാകുന്നതിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് എംപ്ലോയി റിലേഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും നമുക്കറിയാം അവിടെ നല്ല രീതിയിലുള്ള ബന്ധം അല്ലെ, തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് പോവുകയാണെങ്കിലാണ് അല്ലെ വലിയ കോൺഫ്ലിക്റ്റുകൾ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ ഓർഗനൈസേഷന് ഒറ്റക്കെട്ടായിട്ട് മുന്നേറിയിട്ട് പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അങ്ങനെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. നമുക്ക് എന്താണ് ചാപ്റ്ററിലേക്ക് പോവുക. എംപ്ലോയി ബെനിഫിറ്റ്. കൺസെപ്റ്റ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്താണ്? എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ ഓൾസോ പോപ്പുലർലി നോൺ ആസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഇതാണ് എംപ്ലോയി ബെനിഫിറ്റ്സിനെ വിളിക്കുന്ന അല്ലെ, സാധാരണയായിട്ട് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ അതർ നെയിം എന്താണ്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. This is a supplemental compensation which is paid by an employer to his employee apart from his direct wages and incentives. Okay, ഇവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെന്റൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ്. അതായത് ഡയറക്റ്റ് വേജസിന് അപ്പുറം അവർക്ക് നൽകുന്ന ഒരു കോമ്പൻസേഷനുകളെയാണ് എന്തെന്ന് പറയുന്നത്? എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ മറ്റൊരു പേര് എന്താണ്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് പറയുന്നു എന്താണ് ഈ ഒരു എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? ദിസ് ഈസ് എ സപ്ലിമെന്റൽ കോമ്പൻസേഷൻ വിച്ച് ഈസ് പെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തൊഴിലുടമ ചെയ്യുന്ന ഒരു കോമ്പൻസേഷൻ അല്ലെ, പാർട്ട് ഫ്രം ഹിസ് ഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻസെന്റീവ്സ്. ഓക്കെ, ഒരു ഡയറക്റ്റ് വേജസിന്റെ ഒക്കെ ഒരു പാർട്ടായിട്ട്, അതായത് അതല്ല ഡയറക്റ്റ് വേജസ് അല്ല, അതിനപ്പുറം അവർക്ക് ലഭ്യമാകുന്ന ഒരു കോമ്പൻസേഷൻ ആണ്. അതിനോടൊപ്പം തന്നെയായിരിക്കും അവർ കൊടുക്കുന്നത് എങ്കിൽ കൂടി അത് അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ ഡയറക്റ്റ് വേജസ് അല്ലെ, യഥാർത്ഥത്തിൽ അവരുടെ സാലറിയോ വേജസോ ഒന്നല്ല, അഡീഷണൽ ആയിട്ടുള്ള കോമ്പൻസേഷൻ ആണ്. These are granted as the assistance or additional facilities to the employee by the employer either voluntarily or as a legal requirement or as a part of a collective negotiated agreement. ഓക്കെ, ഇതില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് അല്ലെ അഡീഷണൽ ആയിട്ടുള്ള ഒരു സൗകര്യമാണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ ലഭ്യമാക്കുന്നത്. ഇത് സ്വമേധയാ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം അല്ലെ. അവർ അത്യാവശ്യം ഇപ്പൊ ഒരു പ്രോഫിറ്റബിൾ ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്കറിയാം ഒരു ലാഭവിഹിതമൊക്കെ അവര് കൊടുക്കാനായിട്ട് തയ്യാറാവും. എല്ലാ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് അവിടെ നിന്നില്ല അല്ലെ. തൊഴിലുടമ ചിലപ്പോഴാണെങ്കിൽ ഒന്നും കൊടുക്കാതിരിക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഫേമുകളുണ്ട് അല്ലെ. അപ്പൊ വളണ്ടിയർലി കൊടുക്കാനായിട്ടുള്ള സാധ്യതകൾ, സ്വമേധയെ കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള തൊഴിലുടമകൾ ഉണ്ടാവാം. ചില കാര്യങ്ങളിലൊക്കെ എന്താണ് ലീഗൽ റിക്വയർമെന്റ് ആണ് അല്ലെ. നിയമപരമായിട്ട് ഇത്രയും അംഗങ്ങളുള്ള എംപ്ലോയീസ് ഉള്ള വലിയ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ ഇന്ന അഡീഷണൽ പാക്കേജുകളൊക്കെ അവർക്ക് ലഭ്യമാക്കേണ്ടത് നിയമാനുസൃതമായിട്ടുള്ള ആവശ്യമാണ്. ഓക്കെ, നമുക്കറിയാം കാൻഡിഡേറ്റ് സർവീസ് അല്ലെ 20 to 50 അംഗങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ട് കാൻഡിഡേറ്റ് സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അതേമാതിരി തന്നെ PF അതൊക്കെ ഗ്രാറ്റുവിറ്റി, ഇതൊക്കെ നമുക്കറിയാം ലീഗൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് അല്ലെ. ഇത്ര എംപ്ലോയി കൂടുതൽ
വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് എങ്കിൽ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം മിനിമം 5 വർഷമെങ്കിലും ആ തൊഴിലുടമയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ് എങ്കിലൊക്കെ ഗ്രാറ്റുവിറ്റി ഒക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. സോ അത്തരത്തിലുള്ള ലീഗൽ റിക്വയർമെന്റ്സിനെ നമുക്ക് ഈ കോമ്പൻസേഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. Then as a part of a collective negotiated agreement, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സ്വമേധയ തൊഴിലുടമ നൽകിയില്ല എങ്കിൽ അല്ലെ ചില ആനുകൂല്യങ്ങളൊക്കെ എന്താണ് അവർക്ക് ലഭ്യമാകാനായിട്ട് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ഗെയിൻ ചെയ്യുന്നതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് അറിയാം അവരുടെ കാര്യമായിട്ടുള്ള എഫേർട്ടിന്റെ പ്രതിഫലമാണ് ഈ പ്രോഫിറ്റ് എന്നൊക്കെ ഉള്ളത് അവർക്ക് അറിയാവുന്നതാണ്. സോ തൊഴിലുടമ ഇവർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും അവര് എന്താണ് ബാർഗെയിൻ ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും അല്ലേ. അവര് അത്യാവശ്യം നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു പ്രോഫിറ്റ് നേടിയിരിക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും നമുക്ക് ചെറിയ ലാഭവിഹിതം വേണമെങ്കിൽ അവരെന്ത് ചെയ്യും ഒറ്റക്കെട്ടായിട്ട് നിന്ന് വിലപേശിയിട്ട് തൊഴിലുടമയിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. അതൊക്കെ എന്താണ് ചർച്ചയിൽ കൂടിയൊക്കെയായിരിക്കും എന്തെങ്കിലും എഗ്രിമെന്റ് വഴിയായിരിക്കും അത്തരത്തിലുള്ള ആ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് നേടിയെടുക്കുന്നു. സോ ആസ് എ പാർട്ട് ഓഫ് എ കളക്റ്റീവ് നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ് അല്ലെ അവര് വിലപേശി ചർച്ചയിലൂടെ നേടിയെടുക്കുന്ന ചില കോമ്പൻസേഷനുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അഡീഷണൽ ആയിട്ടുള്ള ഒരു സാലറിയാണ്, സാലറി പാക്കേജ് ആണ്. അപ്പൊ അത് കോമ്പൻസേഷൻ ആയിട്ട് അവർക്ക് സ്വമേധയ തൊഴിലാളികൾക്ക് വേണ്ടി ലഭ്യമാക്കാം. ചിലതെല്ലാം ലീഗലി അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. ചിലതെല്ലാം എന്താണ് അവർക്ക് ലഭ്യമല്ലെങ്കിൽ അവരെന്ത് ചെയ്യും ചിലപ്പോൾ ട്രേഡ് യൂണിയന്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് തന്നെ വിലപേശി ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് തന്നെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ 1-2 പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എന്താണ് അഡീഷണൽ, മറ്റൊരു പേര് എന്താണെന്നുള്ളത് എഴുതി മനസ്സിലാക്കി വെക്കുക. അതേമാതിരി തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് വേജസിനൊക്കെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു സപ്ലിമെന്റൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. തന്നെ ഇത് 3 തരത്തിലെടുത്ത് ഓർത്ത് വെക്കുക. വളണ്ടിയർലി, as a legal requirement, as a part of a collective negotiated agreement. Kiano? Kiano? Points note ചെയ്തോ? നോട്ട് ചെയ്യാന്ന് പറയുമെങ്കിലും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ അങ്ങനെ തന്നെ നോട്ട് ചെയ്യാൻ പറയാൻ എന്തൊക്കെ നോട്ട് ചെയ്തിട്ടില്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു ഗ്രേ ഡെസ്ലർ, അദ്ദേഹം എന്താണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനെ വിശേഷിപ്പിച്ചെന്ന് നോക്കാം. ഇതിലെ പ്രധാനമായിട്ടും ഡെഫിനിഷൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്താണ് ഓരോ വ്യക്തികളെ അല്ലെ ആ വ്യക്തികളുടെ പേരുകൾ ഓർത്ത് വെക്കണം. ആ ഡെഫിനിഷനോട് അല്ലെ ഏത് തരത്തിലുള്ള ഡെഫിനിഷനാണ് വ്യക്തികൾ അറിഞ്ഞിരിക്കണേ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക. അക്കോർഡിംഗ് ടു ഗ്രേ ഡെസ്ലർ, ഗ്രേ ഡെസ്ലർ എന്താ പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് are defined as indirect financial and non-financial payments employees receive for continuing their employment with the organization. Okay, നോക്കാം. According to Gray Destler, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? Fringe benefits are defined as indirect financial and non-financial payments employee receive for continuing their employment. അല്ലെ, അദ്ദേഹം അവരുടെ ഒരു എംപ്ലോയി അദ്ദേഹത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തൊഴിൽ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അല്ലെ അവർക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ മീൻസ് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് അല്ല, അതായത് അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടോ നോൺ ഫിനാൻഷ്യൽ ആയിട്ടോ അതായത് സാമ്പത്തികം കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും കോമ്പൻസേഷനുകൾ ലഭ്യമാക്കാം. അതല്ല എങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് കേസ് മണി ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷനുകളാവാം അല്ലെ. ഒരു ട്രിപ്പ് അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കുകയാണ്, അവർ നന്നായിട്ട് പ്രോഫിറ്റബിൾ ആയി, ഒരു ചെറിയ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ട് ബിസിനസ് റൺ ചെയ്ത് പോകുമ്പോൾ ഓക്കെ എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ട്രിപ്പ് പോകാം അല്ലെ. ആ ഒരു ഓഫറിൽ അവർക്ക് എല്ലാവർക്കും എന്താണ്
ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പാക്കേജിൽ നിലയ്ക്ക് അവരിൽ നിന്ന് പൈസ ഈടാക്കാതെ തന്നെ അവരെ ഒരു ട്രിപ്പ് കൊണ്ടുപോവുകയാണ്. അതൊരു കോമ്പൻസേഷൻ ആണ്. അപ്പൊ അവരിൽ നിന്ന് എന്താണ് അവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് എല്ലാം ലഭ്യമാക്കി കൊടുക്കുന്നത്. അവർക്ക് ഒരു എൻജോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? സോ ഇൻഡയറക്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പേയ്മെന്റ്സ് അല്ലെ, മറ്റൊരു തരത്തിൽ പറയാം നമുക്ക് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പേയ്മെന്റ്സിലൂടെ അവർക്ക് എന്തെങ്കിലും അല്ലെ അവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് വിശേഷിപ്പിക്കാം. അപ്പൊ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ ഡിഫൈൻഡ് ആസ് ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡീഷണൽ ആയിട്ടുള്ള സാലറി അല്ലെ ബോണസ് അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ആണ്. അതല്ല നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ട്രിപ്പ് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഡേ അല്ലെങ്കിൽ അല്ലെ ഒരു ഫെസ്റ്റിവൽ ഒക്കെ ഒരു ബർത്ത്ഡേ പാർട്ടി ഒക്കെ സംഘടിപ്പിച്ച് അങ്ങനെ അല്ല ഓരോരുത്തരുടെയും അല്ലെ എന്തെങ്കിലും അല്ല ആ ഒരു പ്രത്യേകമായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ വിൻ ചെയ്തതിനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയോ അങ്ങനെ അവരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ച് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പേയ്മെന്റ്സ് നൽകുക. അങ്ങനെ അത്തരത്തിലുള്ള എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുക്കുന്ന അല്ലെ പാക്കേജുകളെയാണ് എന്തെന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ട് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത് അവരുടെ കണ്ടിന്യൂവിങ് ആയിട്ട് അല്ലെ ആ തൊഴിലുടമയുടെ കീഴിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ വർക്ക് ചെയ്തതിന്റെ പ്രതിഫലമായിട്ട് ഒരു പാരിതോഷികമായിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഗ്രേ ഡെസ്ലർ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ defined as indirect financial and non-financial payments employees receive for continuing their employment with the organization. Okay, now. Okay, then now next definition like poga. According to William B. Worth et al. Okay. Now William B. Worth et al. Fringe benefits embrace a broad range of benefits and services that the employees receive as part of their total compensation package. അതായത് അവരുടെ ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജിനോട് ചേർന്ന വിധത്തിൽ അല്ലെ അവർക്ക് പലതരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള സർവീസുകളെ ലഭ്യമാക്കി കൊടുക്കുന്നു അല്ലെ. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് embrace a broad range of benefits. ചിലപ്പോൾ ചെറിയ എന്നാൽ കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആയിട്ടുള്ള കുറെ പാക്കേജുകളൊക്കെയാണ് അത് ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എങ്കിൽ അതെന്താണ് അതിനെല്ലാം നമുക്ക് ഇത് വിശേഷിപ്പിക്കാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, ബേസിക് സാലറിക്ക് അപ്പുറം അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഏത് സേവനത്തിനെയും എന്തെന്ന് പറയാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. അത് ആര് പറയുന്നതാണ്? അക്കോർഡിംഗ് ടു വില്യം ബി വർത്ത്. ഇവിടെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പേയ്മെന്റ്സ് എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജിലേക്ക് വരുന്ന എല്ലാത്തിനെയും എന്തെന്ന് പറയാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. Okay, according to William B. Worth. വീണ്ടും according to Kochmar എന്താ പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് are those benefits which are provided by an employer to or for the benefit of an employee and which are not in the form of wages, salaries and time related payments. ഓക്കെ, ഓരോ സമയത്തിനും അവർക്ക് കൊടുക്കുന്ന വേജസ് സാലറി അല്ലെ ആ ഒരു സാലറിയോ വേജസോ അല്ലാതെ കൊടുക്കുന്ന അല്ലെ വിച്ച് ആർ നോട്ട് ഇൻ ദ ഫോം ഓഫ് വേജസ് ആൻഡ് സാലറി. അതായത് ആ ഒരു വേതനം അല്ലെങ്കിൽ കൂലി അതിന് അപ്പുറം അല്ലെ ആ രീതിയിലുള്ള ഒരു പേയ്മെന്റിനെ അല്ല അതിനപ്പുറം ലഭ്യമാകുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളെയാണ് ഇതിന്റെ പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയാം. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ ദോസ് ബെനിഫിറ്റ് വിച്ച് ആർ പ്രൊവൈഡഡ് ബൈ ആൻ എംപ്ലോയർ. അത് ആരെ കൊടുക്കുന്നത്? തൊഴിലുടമ. ആർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്? to or for the benefit of an employee അല്ലെ എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. and which are not in the form of wages, salaries and time related payments. സമയത്തിന് അവർക്ക് കൊടുക്കുന്ന കൂലിയോ സാലറിയോ അല്ല അതിനപ്പുറം അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന ബെനിഫിഷ്യൽ പാക്കേജുകളാണ്. അതിനെയാണ് എന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് വിശേഷിപ്പിക്കും. അല്ലേ, ഒന്ന് വായിച്ചു നോക്കാം. ആ ഓരോരുത്തരുടെ പേര് ഒന്ന് മനസ്സിലാക്കി ഗ്രഹിക്കാം. എന്താണ് പറഞ്ഞതെന്നുള്ളത് അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കാം. ആരിപ്പോവാതിരിക്കാൻ ശ്രമിക്കാം. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ വന്നിട്ട് ആരാണിത് പറഞ്ഞേക്കണേ എന്നുള്ളത് ഉണ്ടെങ്കിൽ മനസ്സിൽ കൃത്യമായിട്ടുള്ള ആശയം ഉണ്ടായിരിക്കണം. ഇന്ന ആശയം ആരാണ് പറഞ്ഞേക്കണേ എന്നുള്ളത് ഓർത്ത് വെക്കേണ്ടതാണ്. സോ അത് മൂന്ന് നോട്ട് ചെയ്യാം. ആ പേരുകൾക്കാണ് ഇച്ചിരി കൂടുതൽ പ്രാധാന്യം. നമുക്കറിയാം
ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള വേജസ് അല്ലെ, അഡീഷണൽ ആയിട്ടുള്ള വേജസ് പാക്കേജസ് ആണ് ഓർത്ത് വെക്കുക. ജസ്റ്റ് വായിച്ചു നോക്കാം. ചെയ്യണോ? കണ്ടിന്യൂ ചെയ്യാലോ? Then നമുക്ക് നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ഇതാണ് എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ, അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ. ഇതാണ് പറയുന്നത് അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ ആണെന്ന് പറയുന്നത് അല്ലെ. Employee benefits are those the form of additional compensation that an employee receives in addition to his or her basic wages and salary. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. അതായത് ബേസിക് ആയിട്ടുള്ള സാലറി അല്ലെ, അടിസ്ഥാന ശമ്പളത്തിനും കൂലിക്കും പുറമെ ലഭ്യമാകുന്ന കോമ്പൻസേഷനുകളെയാണ് നമ്മൾ എന്താ പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അല്ലെ, അല്ലെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ ആണ് എന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫീച്ചർ അല്ലെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ, അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ഫസ്റ്റ് ഫീച്ചർ അല്ലെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ ദോസ് ഫോംസ് ഓഫ് അഡീഷണൽ കോമ്പൻസേഷൻ that an employee receive in addition to his or her basic wages and salary. Okay. Then next നോക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. എന്താണ് ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? As these compensation are generally extended as an employment condition and are not directly related with the performance of the employees, hence they are referred to as indirect compensation. Okay, അവരുടെ പെർഫോമൻസിനോട് ചേർന്ന വിധത്തിൽ അല്ലെ, അവരുടെ സാലറി അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർക്ക് ലഭ്യമാകുന്നത്. ഈ കോമ്പൻസേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതാണ്. അത് ആ സാലറിയോടൊപ്പം ഒന്നായിരിക്കും. ഇപ്പൊ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ സാലറിയോടൊപ്പം അല്ല അല്ലെ, ആ ഒരു സീസണലായിട്ടുള്ള ഒരു ടൈമിലാണ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻ സംഘടിപ്പിക്കുന്നത് ഇതൊക്കെ അല്ലെ, ഒരു ക്യാമ്പസ് സർവീസ് ലഭ്യമാകുന്നത്. അതൊന്നും സർവീസിനോട് ചേർന്ന, അതായത് സാലറിയോടോ വേജസിനോടോ ചേർന്ന വിധത്തിൽ നടത്തുന്ന ഒരു കാര്യമെന്നല്ല, അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് അവർക്ക് കൊടുക്കുന്നത്. സോ ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ ആണ്. മനസ്സിലാക്കുക. as these compensation are generally extended as an employment condition and are not directly related with the performance of the employee. അല്ലെ, അവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് are not directly indirect അല്ലെ, അതാണ് നോട്ട് ചെയ്ത് പോകേണ്ടത്. are not directly related with the performance of the employee അല്ലെ, എംപ്ലോയിയുടെ പെർഫോമൻസിനോട് ചേർന്ന വിധത്തിലല്ല, ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടല്ല ഇത് വരുന്നത്, അഡീഷണൽ ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. സോ ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ എന്ന് വിശേഷിപ്പിക്കാം. രണ്ട് ഫീച്ചേഴ്സ് പഠിച്ചു. ഫസ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ഫോം ഓഫ് കോമ്പൻസേഷൻ, വീണ്ടും ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ ആണ് അതെന്ന് വിശേഷിപ്പിക്കുന്നത്. വീണ്ടും കോസ്റ്റ് ഓഫ് ഫോർ എംപ്ലോയേഴ്സ്. കോസ്റ്റ് ഫോർ എംപ്ലോയേഴ്സ് എന്തുകൊണ്ടാണ് പറയുന്നത്? എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ കൈൻഡ് ഓഫ് ലേബർ കോസ്റ്റ് ഫോർ ദ എംപ്ലോയേഴ്സ്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് മുടക്കേണ്ടി വരുന്നത് തൊഴിലുടമയാണ്. തീർച്ചയായിട്ടും തൊഴിലുടമയുടെ പോക്കറ്റിൽ നിന്നാണ് അവിടെ ഫണ്ട് അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. സോ എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ കൈൻഡ് ഓഫ് ലേബർ കോസ്റ്റ് ഫോർ ദ എംപ്ലോയേഴ്സ്. These benefits are the expenditure that the employer incurs in addition to the basic pay. Basic payക്ക് പുറമെയാണ് അഡീഷണൽ ആയിട്ട് ഈ ഒരു തൊഴിലുടമ ഇവർക്ക് വേണ്ടിയിട്ട് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നത്. നമുക്കറിയാം എല്ലാത്തിനും അല്ലെ, ഈ ടൂറ് സംഘടിപ്പിക്കുന്നത് രണ്ട് രീതിയിലാവാം. ഒന്നില്ലെങ്കിൽ ഫ്രീ ആയിട്ട് അവരിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് ടൂർ ഉണ്ടാവും.
വേണമെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് അവരിൽ നിന്ന് ഈടാക്കാം. അത് എംപ്ലോയറുടെ താല്പര്യം അല്ലെ. തൊഴിലുടമയ്ക്ക് ഇവരെ അത്യാവശ്യം ഒന്നും മുടക്കാതെ തന്നെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കോസ്റ്റ് മുഴുവനും വഹിക്കുന്നത് ആരാണ്? ആരായിരിക്കും? ആരായിരിക്കും? ഞാനിപ്പോ പറഞ്ഞതിൽ നിന്ന് എന്താ മനസ്സിലായത്? ആ ടൂർ കൊണ്ടുപോകുമ്പോഴ് അത് ഫുള്ളി അല്ലെ തൊഴിലുടമ തന്നെയാണ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിന്റെ കോസ്റ്റ് ആരുടെ അണ്ടറിൽ വരുന്നതാ? അതിന്റെ ചെലവ് മുഴുവൻ ആരാ വഹിക്കുന്നത്? പറഞ്ഞത് തന്നെയല്ലേ? ആരാ വഹിക്കുന്നത്? ഓക്കെ, എംപ്ലോയർ ആണ് അല്ലെ. തൊഴിലുടമ തന്നെയാണ് അത് വഹിക്കുന്നത്. അതായത് തൊഴിലാളിയിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം ഈടാക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് എംപ്ലോയിയും കൂടി അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത്. അതല്ല എങ്കിലും മൊത്തത്തിൽ വഹിക്കേണ്ടി വരുന്നത് ആരാണ്? തൊഴിലുടമ തന്നെയാണ്. സോ കോസ്റ്റ് ഓഫ് ദ കോമ്പൻസേഷനും നമുക്കറിയാം ആരാണ് വഹിക്കേണ്ടി വരുന്നത്? തൊഴിലുടമ തന്നെയാണ് വഹിക്കുന്നത് അല്ലെ. ചെറിയൊരു വിഹിതം എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ എന്താണ് അത് തൊഴിലാളി മാത്രമായിരിക്കും വഹിക്കുന്നത്. നമ്മൾ എന്തിലാണെങ്കിലും മിക്കപ്പോഴും അല്ലെ അതിനാണെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം മിക്കവാറും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കോൺട്രിബ്യൂഷൻ തൊഴിലാളികളുടെ കൂടി വേണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാവുകയില്ല. ആ ഒരു അല്ലെ തീരുമാനം അവിടെ ഡൗൺ ആയി പോവുകയാണ് ചെയ്യുക അല്ലെ. പൊതുവെ തൊഴിലുടമ തന്നെ അതിൽ ഇനീഷ്യേറ്റീവായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലാണ് ആ ഒരു കോമ്പൻസേഷൻ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. സോ മോസ്റ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഫോർ എംപ്ലോയർ, തൊഴിലുടമയെ സംബന്ധിച്ചത് കോസ്റ്റ് അതിന്റെ ചെലവ് വഹിക്കേണ്ടതായിട്ട് വരുന്നു. സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ്. ഓക്കെ, എന്താണ് അവിടെ വർക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ വല്ല ടൂർ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക, നല്ല എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ ജോലി ചെയ്യുന്നതിൽ എന്തെങ്കിലും താല്പര്യം കുറയോ കൂടോ? താല്പര്യം കൂടാണോ കുറയാണോ ചെയ്യുന്നത്? നമ്മള് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടും അല്ലെ. പരമാവധി നിങ്ങൾ എന്താ പറയുന്നത് ഡിസ്കസ് ചെയ്ത് പോവാ. അപ്പൊ ക്ലാസ് വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കും, ക്യാച്ച് ചെയ്യാനും സാധിക്കും. ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ പരമാവധി റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇത് തന്നെ പറയുന്നത് ഓക്കെ കൂടുമെന്ന് തന്നെ ഒക്കെയാണ്. നമ്മളെ എംപ്ലോയിക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കുമ്പോൾ അവർക്ക് വർക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും അല്ലെ. Employee benefits are not awarded to the employees for their performance. Rather, it aims to stimulate the interest in their respective work so as to make their job more attractive and productive for them. നമുക്കറിയാം ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ അവരുടെ പെർഫോമൻസിന് അനുസൃതമായിട്ടൊന്നല്ല, അവർക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. സോ അവരെന്താണ് കൂടുതൽ അല്ലെ അവര് റെസ്പെക്റ്റീവ് വർക്ക് അവര് കൂടുതൽ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം അവർക്ക് ഉണ്ടാവും അല്ലെ. അവരെ മൈൻഡിൽ തന്നെ അല്ലെ ബ്രെയിൻ തന്നെ ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതല്ലേ എന്നുള്ള ഒരു മൈൻഡിലേക്ക് അവര് കൂടുതൽ നിഷ്ഠതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. അതനുസരിച്ചിട്ട് തന്നെ ഉത്പാദനക്ഷമത കൂട്ടാനായിട്ട് സാധ്യതയുണ്ടാവും. റിസൾട്ട് ഇൻ their increased earnings and extra wages. നമുക്കറിയാം അഡീഷണൽ ആയിട്ട് അവർക്ക് ഡ്യൂട്ടി ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും എമൗണ്ടുകൾ പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവർ കൂടുതൽ എഫോർട്ട് കൊടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അവരുടെ ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടും എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ സാലറി അവർക്ക് പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും എംപ്ലോയർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ലെ ഓവർ ടൈം ചെയ്ത് ഡബിൾ സാലറി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. സോ അവര് എന്താണ് ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ടും അതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. സ്റ്റിമുലേറ്റ് വർക്ക് ഇൻട്രസ്റ്റ് അല്ലെ. നമുക്ക് താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യാൻ സാധിക്കുന്നു, അതോടൊപ്പം തന്നെ എക്സ്ട്രാ ഏർണിങ്സ് നേടിയെടുക്കാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശവും ഇതിൽ നിന്ന് ലഭ്യമാകുന്നു. ഓക്കെയാണോ? പോയിന്റ്സിന്റെ ഹെഡൊക്കെ മസ്റ്റായിട്ട് പഠിച്ചു പോവുക. അവിടെ ചില ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക. അതായത് അല്ലെ അഡീഷണൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. അതേമാതിരി തന്നെ എന്താണ് ഇത് റിലേറ്റഡ് വിത്ത് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയർ, ഡയറക്ട്ലി നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയർ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നോക്കാം, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. എന്താണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത്?
നമുക്കൊരു സാലറി ഉണ്ട് അല്ലെ, ഓൾമോസ്റ്റ് ഒരു സാലറി ഉണ്ട്. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിത നിലവാരം ഒന്നുകൂടി മെച്ചപ്പെടും അല്ലെ. ആ ഒരു ഫണ്ടും കൂടി എടുത്ത് അല്ലെ നമുക്ക് കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നമ്മളിപ്പോ ആ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ അവരുടെ ജീവിത ശൈലിയിൽ തന്നെ ഇച്ചിരി പുരോഗമനം കൈവരിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. നോക്കുക, എംപ്ലോയി ബെനിഫിറ്റ്സ് എയ്ഡ് ഇൻ റൈസിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ എംപ്ലോയി. സാലറി കൂടുതൽ കിട്ടുകയും എന്ത് ചെയ്യും, അവര് പുതിയ പുതിയ അല്ലെ ഇച്ചിരി കൂടി സ്റ്റാറ്റസ് ഉയർത്തുന്ന തരത്തിലുള്ള അപേക്ഷകളും അല്ലെ സാധനങ്ങളൊക്കെ ഒപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഓൾറെഡി ഉള്ള സാലറി, ബേസിക് സാലറി വെച്ചിട്ട് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ അവർക്ക് നിറവേറ്റാൻ പറ്റുന്നു. സോ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ലഭ്യമാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവര് മറ്റു കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വിനിയോഗം ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. പെയ്ഡ് ടു ഓൾ എംപ്ലോയീസ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പെയ്ഡ് ടു ഓൾ എംപ്ലോയീസ്. ഒരു ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേരോട് വരണ്ടാന്ന് പറയാൻ പറ്റുമോ? ഓർഗനൈസേഷനിൽ തന്നെ ട്രിപ്പ് കൊണ്ടുപോകുമ്പോൾ കുറച്ച് പേരോട് നിങ്ങൾ വരണ്ട, ഞങ്ങൾ കുറച്ച് പേര് പൊക്കോളാന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ അവിടെ അല്ലെ ഒരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യും. സോ എന്ത് ചെയ്യും, അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കില്ല അല്ലെ. എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ട്രിപ്പ് പോകാനൊക്കെ അവർ തയ്യാറാവുന്നത്. ശരിയല്ലേ അല്ലേ? അങ്ങനെയല്ലേ തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ പറയാണ് പെയ്ഡ് ടു ഓൾ എംപ്ലോയി അല്ലെ. എന്തെങ്കിലും കോമ്പൻസേഷനുകൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയിക്കും ഒരേപോലെ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് അത് ലഭ്യമാകുന്നത്. എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ പെയ്ഡ് ടു ഓൾ ദ എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ഇൻ അക്കോർഡൻസ് വിത്ത് their മെമ്പർഷിപ്പ്. ഇതിലെ മെമ്പർഷിപ്പ് ഉള്ള എല്ലാവർക്കും അല്ലെ ഒരേപോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം, ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടത്, അതായത് വളർത്തി വികസിപ്പിച്ച് കൊണ്ടുവരുന്നത്. സോ പെയ്ഡ് ടു ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിനും ഒരേപോലെ അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളാണ് അവരെടുക്കുന്നത്. നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം. സ്റ്റാറ്റ്യൂട്ടറി ഒരു വോളണ്ടറി. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് വോളണ്ടറി എന്ന് പറയുമ്പോൾ എംപ്ലോയി ബെനിഫിറ്റ്സ് പോസസ് ബോത്ത് characteristics of statutory as well as voluntary benefits. ഓക്കെ, നമുക്കറിയാം സ്വമേധയാ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് അവിടെ വോളണ്ടറി ബെനിഫിറ്റ്സ്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് വോളണ്ടറി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നിയമപരമായിട്ടുള്ള തീരുമാനങ്ങളും അവിടെ ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ് ഇസ് വോളണ്ടറി ബെനിഫിറ്റ്, വയൽ പ്രോവിഡന്റ് ഫണ്ട് ഇസ് സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇപ്പോ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ്സ് അല്ലെ, ഇവിടെ ട്രാൻസ്പോർട്ട് അലവൻസ് കൊടുക്കണമെന്ന് കമ്പനി തീരുമാനിക്കുക. അതല്ലെങ്കിലും ഒരു ബസ് സർവീസ് അല്ലെ അവിടേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ കളക്ട് ചെയ്ത് അല്ലെ അവിടെ കൃത്യമായിട്ടുള്ള സമയത്തിൽ കമ്പനിയിൽ എത്തിക്കുന്ന എന്നുള്ള ഒരു രീതി അത് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതൊക്കെ എന്താണ് നമുക്കറിയാം ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു തീരുമാനമാണ് അല്ലെ. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമപരമായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. PF ഒക്കെ അവിടെയുള്ള എംപ്ലോയീസിന് മസ്റ്റായിട്ട് ലഭ്യമാക്കേണ്ടതാണ് അല്ലെ. ഇത്രയും അംഗങ്ങളിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിലും PF ആനുകൂല്യങ്ങളൊക്കെ എംപ്ലോയിക്ക് ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ്. സോ അതെല്ലാം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ബെനിഫിഷ്യലുകൾ പലതരത്തിലുണ്ട്. സ്വമേധയെ എടുക്കുന്നതാവാം, വോളണ്ടറി എടുക്കുന്നതാകാം, അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ അവിടെ നെഗോഷിയേഷൻ വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാവുന്നത് പറഞ്ഞു. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി വോളണ്ടറി ആണ്. സ്വമേധയെ അല്ലെങ്കിൽ എന്തെങ്കിലും അധികൃതരുടെ അല്ലെ കൃത്യമായിട്ടുള്ള ആക്ട്, എന്തെങ്കിലും ആക്ട് ഉണ്ടാവും ഇന്ത്യൻ ഇയറിലെ ആക്ട് അനുസരിച്ചിട്ട് അല്ലെ, വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട്, അല്ലെങ്കിൽ എന്താണ് അവിടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അങ്ങനെ പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. ആ നിയമത്തിന്റെ അണ്ടറിൽ വരുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാകേണ്ടതാണ്. ഓക്കെ, 7 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. വായിച്ചു നോക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ് പറയേണ്ടത്?
പ്രത്യേകിച്ചൊന്നുമില്ല. വായിച്ചു നോക്കാം എന്തെങ്കിലും. ഇല്ല. വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട്? പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.